ഹലോ ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു മക്കളുടെ അമ്മമാരുടെ ഇപ്പോൾ ഉള്ളൊരു ടെൻഷനാണ്. ഏത് ഡയപ്പർ യൂസ് ചെയ്യും, റാഷസ് ഫ്രീ ആയിട്ടുള്ള ഡയപ്പർ ഏതാണ്, കുഞ്ഞുങ്ങൾക്ക് കംഫർട്ട് ഏതാണ്, ലീക്കേജ് ഇല്ലാത്ത ഡയപ്പർ ഏതാണെന്ന്. എല്ലാ അമ്മമാരുടെയും ടെൻഷൻ അതായിരിക്കും, നല്ല കംഫർട്ടുള്ള ഡയപ്പർ ഏതാണെന്ന്. അങ്ങനെയുള്ള അമ്മമാർക്ക് ഞാൻ ഇന്നൊരു ഡയപ്പർ പരിചയപ്പെടുത്തി തരാം. കുഞ്ഞുങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയപ്പർ എന്ന് പറയുന്നത് മോമി പോക്കോ പാൻസിന്റെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡയപ്പറാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കി ഞാൻ എൻ്റെ മോൾക്ക്, എനിക്കൊരു ഫ്രണ്ടാണ് മോൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2-3 പാക്കറ്റ് യൂസ് ചെയ്ത് നോക്കി. നല്ല അടിപൊളിയാണ്, നല്ല കംഫർട്ടാണ്. അപ്പോൾ ഈ മോമി പോക്കോ പാൻസിന് 3 ടൈപ്പാണ് വരുന്നത്. ഒരു എക്സ്ട്രാ അബ്സോർബ് ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ഇതാ ഇപ്പം ന്യൂ ആയിട്ടുള്ളൊരു പാക്ക് ഓൾ നൈറ്റ് അബ്സോർബ്. എനിക്ക് ഈ 3 യൂസ് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഓൾ നൈറ്റ് അബ്സോർബ് ആണ്. നല്ല അടിപൊളി ഡയപ്പർ തന്നെയാണ്, കുഞ്ഞുങ്ങൾക്ക് നല്ല കംഫർട്ടാണ്. ചില ഡയപ്പേഴ്സൊക്കെ നല്ല എന്താ പറയുക, നല്ല ഹാർഡ് ആയിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ഒട്ടും കംഫർട്ട് ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു ഡയപ്പർ നല്ല കംഫർട്ടാണ്, സോഫ്റ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഡയപ്പർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ മോമി പോക്കോ പാൻസിന്റെ ഓൾ നൈറ്റ് അബ്സോർബ് ഡയപ്പർ എന്ന് പറയുന്നത്. നല്ല കംഫർട്ടായിട്ട് കിടക്കും, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. മാത്രമല്ല ഇപ്പോൾ ന്യൂ പാക്ക് ആയിട്ടാണ് വരുന്നത് ഓൾ നൈറ്റ് അബ്സോർബ്. എക്സ്ട്രാ അബ്സോർബ് സ്റ്റാൻഡേർഡ് മുന്നേ ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഡയപ്പർ അല്ല, ഒത്തിരി ഡയപ്പേഴ്സ് കുറേ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തോന്നിയ ഒരു ഡയപ്പറാണ് മോമി പോക്കോ പാൻസിന്റെ ഓൾ നൈറ്റ് അബ്സോർബ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം മേടിച്ചത് മോൾക്ക് മീഡിയാണ് കേട്ടോ. പിന്നെ ഞാൻ സ്മോള് മേടിച്ചത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഈ ഒരു തൈയിന്റെ ഭാഗം കുറച്ച് ലൂസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതായത് കറക്റ്റ് ഫിറ്റിംഗിലേക്ക് എടുക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു സ്മോള് മേടിക്കാനായത് കേട്ടോ. അപ്പോൾ അതിന്റെ ഈ സ്മോൾ മേടിച്ച് യൂസ് ചെയ്തപ്പോൾ കറക്റ്റ് ഫിറ്റാണ്, ഈ തൈയിന്റെ ഭാഗമൊക്കെ കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഡയപ്പേഴ്സും വെയിറ്റ് നോക്കി മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ, തഴിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാനായിട്ട്. എല്ലാ വെയിറ്റിനനുസരിച്ചിട്ടും കറക്റ്റ് ആവണമെന്നില്ല എല്ലാ ഡയപ്പറും. അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ നോക്കിയേ, ഇലാസ്റ്റിക് നല്ല ഇലാസ്റ്റിക് ആണ്. അതായത് കുഞ്ഞുങ്ങളുടെ അരഭാഗത്ത് പാട് വരിക, ചുവന്നിട്ട് പാട് വരിക, അവർക്ക് നല്ല ഇറിറ്റേഷൻ ആയിട്ട് ആ വക ഒരു ബുദ്ധിമുട്ടും ഈ ഒരു ഡയപ്പർ കൊണ്ട് ഉണ്ടാവില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ബ്ലൂ ലൈനാണ് കേട്ടോ ഫ്രണ്ട് അറിയാനായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫ്രണ്ട് ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ തൈയിന്റെ ഭാഗം കണ്ടോ, കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കും. പിന്നെ ഒരുപാട് ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ലീക്കേജ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ടൈറ്റ് വരെ ഇട്ട് കൊടുത്തിട്ട് ഒരു ലീക്കേജും ഉണ്ടായിട്ടില്ല. എൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല കോട്ടൺ ആണ് കേട്ടോ, നല്ല കംഫർട്ട്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഡയപ്പർ മോമി പോക്കോ പാൻസിന്റെ ഓൾ നൈറ്റ് അബ്സോർബ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കും. നല്ല അടിപൊളിയാണ്, വേറെ ഒന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് നല്ല കംഫർട്ട് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് തന്നെ അവർക്ക് കിടക്കും. ഞാൻ മീഡിയം മേടിച്ചിട്ടുണ്ടായിരുന്നു, സ്മോളും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീഡിയം യൂസ് ചെയ്തപ്പോൾ ചെറിയൊരു ലൂസ് ഉള്ളപ്പോഴാണ് പിന്നെ ഈ ഒരു സ്മോൾ മേടിച്ചത്. അപ്പോൾ ഇത് ഞാൻ 2-3 പാക്കറ്റ് യൂസ് ചെയ്തു കേട്ടോ. നല്ല കംഫർട്ടായിരിക്കും. 2 പാക്കറ്റ് യൂസ് ചെയ്തു. ഇനി മേടിക്കണം, കാരണം ഇതിന് വലിയ പാക്കൊക്കെ എടുക്കുമ്പോൾ ഒരെണ്ണത്തിന് 6 രൂപ 7 രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും നല്ല നമുക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മേടിക്കുന്നവർ എനിക്ക് പറയാനുള്ളത് ചെറിയ പാക്കറ്റ്, ഒരു 10 എണ്ണത്തിന്റെ പാക്കറ്റ് വരുന്നുണ്ട് സ്മോള്. അപ്പോൾ അത് മേടിച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് കംഫർട്ട് ആണെങ്കിൽ മാത്രം. കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് നല്ല സെൻസിറ്റീവ് ആണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെയല്ല. അപ്പോൾ ഈ ഡയപ്പർ യൂസ് ചില പിള്ളേർക്ക് റാഷസ് വരാം. അപ്പോൾ ആദ്യമേ തന്നെ കുഞ്ഞ് പാക്കറ്റ് മേടിച്ച് യൂസ് ചെയ്തിട്ട് കംഫർട്ട് ആണെങ്കിൽ മാത്രം വലിയ പാക്കറ്റ് മേടിക്കുക. അത് ഇപ്പോഴും ശ്രദ്ധിക്കണം. ഏത് ഡയപ്പറും ആയിക്കോട്ടെ, ആദ്യം ചെറിയ പാക്കറ്റ് മേടിക്കുക, യൂസ് ചെയ്യുക. കംഫർട്ടാണ്, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വലിയ പാക്കറ്റ് മേടിക്കുക. അപ്പോൾ ഞാനും ഇതുപോലെ ചെറിയ പാക്കറ്റ് മേടിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, വീണ്ടും ഒരു പാക്കറ്റ് മേടിച്ച് യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, കുഞ്ഞിനും കംഫർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഇതിന്റെ റിവ്യൂ ഒന്ന് പറയണം തോന്നി. അപ്പോൾ നല്ല ഡയപ്പറാണ് കേട്ടോ, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. റാഷസ് ഫ്രീ ആണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.